കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രം. കേരള പഴനി, തെക്കൻ പഴനി എന്നീ പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. പഴയ തിരുവിതാംകൂർ ദേശത്ത് അറിയപ്പെട്ടിരുന്ന 7 മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ഒത്തുണങ്ങിയ പ്രതിഷ്ഠ, കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം, 3 കൊടിയേറ്റ് ഉത്സവങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. മേടം, ചിങ്ങം, ധനു എന്നീ മാസങ്ങളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനവും ഹരിപ്പാട് നിവാസികളുടെ ആവേശവുമായ ഉത്സവം മേടമാസത്തിലെ ചിത്തിര മഹോത്സവമാണ്. അത് മേടം 1 വിഷു ദിനത്തിൽ കൊടിയേറി തുടർച്ചയായ 10 ദിവസം നടത്തുന്ന ഒരു വലിയ ഉത്സവമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം ത്രേത്രായുഗത്തിൽ പരശുരാമൻ്റെ പൂജ ഏറ്റുവാങ്ങിയതാണെന്ന് പറയപ്പെടുന്നു. ദീർഘകാലം ഈ വിഗ്രഹം പൂജിച്ച ശേഷം അദ്ദേഹം ഇത് കായംകുളം കായലിൽ നിക്ഷേപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ വിഗ്രഹം എത്തിച്ചേരാനുണ്ടായ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്: പുരാതന കാലത്ത് കുമാരപുരം എന്നാണ് ഹരിപ്പാടിൻ്റെ പേര് അറിയപ്പെട്ടിരുന്നത്. ഹരിപ്പാടിൻ്റെ പടിഞ്ഞാറുള്ള ചില സ്ഥലങ്ങൾ ഇന്നും കുമാരപുരം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന ക്ഷേത്രം ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ തെക്കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കീഴ്ക്കോവിൽ ക്ഷേത്രമായിരുന്നു. ദ്വിബാഹുവായ ബാലസുബ്രഹ്മണ്യൻ്റെ ആണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന് സമീപം ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിക്കണമെന്നും അവിടെ അയ്യപ്പസ്വാമിയെ പ്രതിഷ്ഠിക്കാനും കുമാരപുരത്തെ നാട്ടുപ്രമാണിമാർ തീരുമാനിച്ചു. അതിനായി അവർ ദേശത്തിൻ്റെ പല ഭാഗത്തുമുള്ള വിദഗ്ധരായ പണിക്കാരെ കൊണ്ടുവരികയും അങ്ങനെ അവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരികയും ചെയ്തു. അങ്ങനെ മാസങ്ങളോളം കഴിഞ്ഞപ്പോൾ അവിടെ പ്രതിഷ്ഠാ സംബന്ധമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ കുമാരപുരത്തെ പ്രമാണിമാർക്കെല്ലാം ഒരു ദിവസം ഒരേ സമയം ഒരു സ്വപ്ന ദർശനമുണ്ടായി. അതിദിവ്യനായ ഒരു സന്യാസി തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പുതിയ ക്ഷേത്രത്തിൽ അയ്യപ്പനെയല്ല സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമാണിമാരെല്ലാം കൂടെ തീരുമാനമെടുത്തു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിക്കാം. അപ്പോൾ ആ സന്യാസി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത്, ഇവിടെ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹം കായംകുളം കായലിൽ ജലസമാധിയായി കിടപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് വന്ന് വേണം ഇവിടെ പ്രതിഷ്ഠിക്കാനെന്നാണ്. അങ്ങനെ പ്രമാണിമാരും കൂട്ടാളികളും കൂടി കായംകുളം കായലിലെത്തുകയും അവിടെ ഒരു ചുഴി കാണുകയും ആ ചുഴിയിൽ കുറച്ച് പുഷ്പങ്ങൾ കിടന്ന് കറങ്ങുന്നത് കാണുകയും ചെയ്യുകയും അവിടെ സഹായികളോട് മുങ്ങിത്തപ്പാൻ പറയുകയും അങ്ങനെ മുങ്ങിത്തപ്പുകയും അതിദിവ്യമായ സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹവുമായാണ് അവർ പൊങ്ങി വന്നത്. ആ വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്തിന് അതുവഴി കണ്ടനല്ലൂർ എന്ന പേര് വരികയും പിന്നീട് അത് ലോപിച്ചാണ് ഇന്ന് പുല്ലുകുളങ്ങരയ്ക്കടുത്തുള്ള കണ്ടല്ലൂർ എന്ന സ്ഥലമുണ്ടായതായും പറയപ്പെടുന്നു. തുടർന്ന് ഈ പ്രമാണിമാരും സഹായികളും കൂടി വിഗ്രഹവും കൊണ്ട് ഘോഷയാത്രയായി കുമാരപുരത്തേക്ക് പുറപ്പെട്ടു. പമ്പാ നദിയുടെ ഒരു കൈവഴിയായ നമ്മുടെ പായിപ്പാട്ട് ആറ്റിലൂടെ 3ഓളം വള്ളങ്ങളിലാണ് അവർ യാത്ര നടത്തിയത്. ഈ യാത്രയുടെ സ്മരണയ്ക്കായാണ് ഇന്നും നമ്മുടെ ഓണത്തിന് ചതയം നാളിൽ പായിപ്പാട്ട് വള്ളംകളി നടന്നു വരുന്നത്. കുമാരപുരം ക്ഷേത്രത്തിലെ വിഗ്രഹം എത്തിക്കുന്നതിന് കുറച്ച് സമയം മുൻപ് അവിടെ വിശ്രമിച്ചിരുന്നൊരു സ്ഥലമുണ്ട്. അതായത് നമ്മുടെ നെൽപ്പരക്കടവിനടുത്ത് ഒരു സ്ഥലത്ത് ആ വിഗ്രഹം വെച്ച് കുറച്ച് വിശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അരനാഴിക നേരം ആ സ്ഥലത്ത് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉയർന്നു വരികയും അതിന്ന് അരനാഴിക ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ഈ വിഗ്രഹം ഹരിപ്പാട് ക്ഷേത്രത്തിലെത്തുകയും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം ഉച്ചയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ സകലവിധ ചടങ്ങുകളോടുകൂടി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രതിഷ്ഠാ മുഹൂർത്ത സമയത്ത് ക്ഷേത്രത്തിൽ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെടുകയും അത് പരശുരാമൻ തന്നെയായിരുന്നുവെന്ന് ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ശ്രീഹരിയുടെ അഥവാ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ്റെ പാദം പതിഞ്ഞ സ്ഥലം ഹരിപാദപുരം എന്നും കാലാന്തരത്തിൽ ഹരിപ്പാടെന്നും അറിയപ്പെടാൻ തുടങ്ങി. ആദ്യം പ്രതിഷ്ഠിക്കാൻ വെച്ചിരുന്ന അയ്യപ്പസ്വാമിയെ ക്ഷേത്രത്തിൻ്റെ ഉപദേവനായി മാറ്റുകയും ആദ്യ പ്രതിഷ്ഠാ ദിനമായ തൃക്കാർത്തിക ഇന്നും ക്ഷേത്രത്തിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നു. ഇതാണ് നമ്മുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം.